ബുള്ളറ്റിനെ പോലും കവർ ചെയ്തുകൊണ്ട് അവഞ്ചർ കയറി വരുന്ന ഒരു കാഴ്ചകൾ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. എൻഫീൽഡ് നടത്തുന്ന സ്ഥലത്ത് അവഞ്ചർ കയറി മഞ്ഞ് സ്നോ സ്നോ നല്ല തണുപ്പുണ്ട്. ഞാൻ നിൽക്കാൻ പറ്റില്ല. വേണ്ട, ആ കുന്നിൻ്റെ മുകളിൽ വരുന്ന ഐസാണ്. ഐസ് താഴെ കൂടി വെള്ളം. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും മറ്റൊരു ദിവസത്തേക്ക് സ്വാഗതം. യാത്രയുടെ 11ാം ദിവസമാണ്. ഇപ്പോൾ ഉള്ളത് ബേലാഘട്ടിലാണ്. സച്ച് പാസിലേക്ക് കയറാൻ പോവാണ്. സച്ച് പാസ് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇതിന് മുന്നേ ചെറിയ ചെക്കിംഗ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് നടന്നിട്ട് പോകണം. പിന്നെ ഇനി അങ്ങോട്ട് ഇതാ നമ്മുടെ ഈ മെഡിക്കൽ ഗ്ലൗസ് നിർബന്ധമാണ്. തണുപ്പ് കയ്യിൽ അടിക്കാണ്ടിരിക്കാൻ പറ്റുകയാണ്. സാധാ ഗ്ലൗസ് ഉണ്ട്. ഇങ്ങനത്തെ -ഡിഗ്രിയിലൊക്കെ ഇങ്ങനത്തെ എക്സ്ട്രീം ക്ലൈമറ്റിലൊക്കെ വരാൻ പറ്റിയ റെഡി ഗ്ലൗസ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സർജിക്കൽ ഗ്ലൗസ് മതിയോ. ഇതാണ് നമ്മൾ താമസിച്ച റൂം. എൻ്റെ അവസ്ഥ ഉണ്ട്. നമ്മുടെ ബാൽക്കണി ഒന്നും പറയാനുള്ള സൂപ്പറായിരുന്നു. അപ്പോൾ ശരി, എൻ്റെ റോട്ടിൽ വെച്ച് കാണാം. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലെങ്കിൽ വൈകിട്ടോ ഉച്ചക്കാണ്. അവിടെ കിട്ടിയാൽ കിട്ടി. ഇങ്ങനെ യാത്ര തുടങ്ങി. അവരവിടെ എല്ലാം സെറ്റാകുമ്പോഴേക്കും ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കംപ്ലീറ്റ് സാധനം കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യട്ടെ. നിങ്ങളെ കഴിച്ച അതേ റെസ്റ്റോറൻറ്റാണ്. കഴിച്ച അതേ റെസ്റ്റോറൻറ്റാണ്. My name is Mahi. I'm from Bangladesh. I started from Dhaka and came to Delhi, then Delhi to Chandigarh, Chandigarh to Chamba, then came here yesterday. And I met Rashid, I met Rashid, Vishal, also and Arjun. They are really nice. So we are going to start ride together to Sach Pass. I think it will be a great memory. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇനി നമ്മളെല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് കില്ലാട് വരെ ഒന്നിച്ചായിരിക്കും. ഏതായാലും അതായത് നമ്മളെ പാർട്ട് ഓഫ് ഹിമാലയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് നമുക്ക് കാണാൻ പറ്റും. മഞ്ഞൊരുക്കി വരുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകുന്നേരം കുറേശ്ശെ ഉണ്ടായിരുന്നു. ഇപ്പം മഞ്ഞ് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വന്നിട്ടുള്ള റോഡാണ് ഇത്രയും ഏരിയയിൽ കൂടെ നമ്മൾ 3-4 മല കവർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓഫ് റോഡിൻ്റെ ആയിരുന്നു. നമ്മൾ കിലാർ പാസ് കയറാനുള്ളത്, സച്ച് പാസ് കയറാനുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബുള്ളറ്റിനെ പോലും കവർ ചെയ്തുകൊണ്ട് അവഞ്ചർ കയറി വരുന്ന ഒരു കാഴ്ചകൾ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞുകളുണ്ട്. നമ്മളിനി മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ചതുർപ്പായിട്ടുള്ള ഇടയിൽ കൂടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കിലാർ പാസ് വഴിയാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. Man, I'm excited. ഈ റോഡൊക്കെ ഞാൻ കയറി വന്നു ഇന്നലെ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയും കുറെ കയറാതിരിക്കാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയാണ് സച്ചിലേക്ക്. ഇതാണ് ആലത്തേക്ക് റൂട്ട്. ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു.
നേരെ സച്ചിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയാണ്. ഇവിടെയൊക്കെ ചെറിയ താഴത്തെ റോഡിലുണ്ട് ചെറുതായിട്ട് സ്പീഡ് എടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും ഏതാണ്ട് 1.5 മണിക്കൂർ വൈകിയാണ് നമ്മൾ പുറപ്പെട്ടത്. ഈ നായി ഓർമ്മയില്ലേ നമ്മളെ ബ്രോ? $120 കിലോമീറ്റർ. ദേ എന്തൊക്കെയോടെ മറിഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ എയർപോർട്ടൊക്കെ ഉണ്ട്. UP-ന്ന് ഇരുന്നത് ടെൻ്റൊക്കെ അടിച്ചിട്ട് കഴിയല്ലേ. ഇവിടെ കഴിഞ്ഞാൽ മതിയായിരുന്നു രാത്രി കിട്ടുവായാനാ. और रास्ता आगे सिग्नल दे दो मुझे भैया, जब आएगा ना सिग्नल दे। വണ്ടി വെള്ളം ക്രോസ് ചെയ്തില്ലേ സൈലൻസറിൽ തണുത്ത വെള്ളം തൊട്ടിട്ടേ ശരിക്കും ചൂടറിഞ്ഞു. കാലിലോട്ടേക്ക് ചൂടങ്ങ് വന്നു പോകാന്നപ്പോ.
അയ്യോ भैया അവഞ്ചർ ഡാ അവഞ്ചർ എൻഫീൽഡ് നടത്തുന്ന സ്ഥലത്ത് അവഞ്ചർ കയറി देखा एनफील्ड नहीं आया अवंचर आ गई किसका हाँ आ रहे आराम से आ रहा आराम से मुश्किल नहीं ऐसे ही चलेगा हम സച്ച് പാസിലേക്ക് കയറിയേക്കാണ്. സച്ച് പാസ് കയറി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും അവിടെ ചെറിയ ധാബുണ്ട്. അവിടുന്ന് ചായയും നൂഡിൽസും ഓർഡർ ചെയ്തിട്ടുണ്ട്. വ്യൂ ഉണ്ടല്ലേ, ഒരുപാട് മുകളിലോട്ട് കയറി
ശ്വാസം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പം വലിയ ബുദ്ധിമുട്ട്, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ വന്ന റൂട്ട് അതാണ്, പോകേണ്ട റൂട്ട് അതാണ് സച്ച് പാസ്. ഇനി അങ്ങോട്ട് ഒന്നുകൂടെ ഡേഞ്ചർ ആണ്. നമ്മൾ ഏതാണ്ട് 20 കിലോമീറ്റർ താഴെ ആയിട്ടുള്ളൂ. എന്നിട്ടാണ് ഇത് അവസ്ഥ. കയറ്റം ഇറക്കൊക്കെ ആയിരുന്നു. വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ. ഇനി കില്ലാട് അവിടത്തേക്ക് ഇനി അടുത്തത് ലക്ഷ്യം. പക്ഷെ വണ്ടി ഓരോ 10 കിലോമീറ്റർ നിർത്തേണ്ട അവസ്ഥയാണ്. 5-10 കിലോമീറ്റർ നിർത്തേണ്ട അവസ്ഥ. നമ്മുടെ കൂടെയുള്ളവർ ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്യണം. അവരിതിനെ കാണുന്നില്ല. പോയ വണ്ടിക്കാർ ചോദിച്ചപ്പം ബാക്കിൽ 3 ബൈക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിന് കാത്തിരിക്കുക അവർ വരും വരെ. ഫസ്റ്റ് ഐസ്. ഈ ഐസൊക്കെയാണ് മെൽറ്റായിട്ട് ഇവിടെ വെള്ളമായിട്ട് വരുന്നത്. എല്ലാം പ്യുവർ വെള്ളമാണ്. സ്നോ, മഞ്ഞ്, സ്നോ സ്നോ. റഷ്യക്കാരൻ ചങ്ങാതി. Dude, Rockfall. Rocks are falling. Come, let's go. Rockfall. എന്തറിയോ, ഇവിടെ സ്നോഫോളാണ്, എവിടെ നിക്കരുത്, പോരെ പോരെ പറഞ്ഞില്ലേ. No, that side.
അയ്യ ധാബയിലാണ് കുറച്ച് ചൂടുള്ള ഇറങ്ങിയത്. ഇത് നമ്മളെ ബംഗ്ലാദേശിലെ നാം വിളിക്കാം Mohammed Shajidur Rahman Mahi. വിശാഖേട്ടൻ. അർജുൻ യാത്ര അവസാനിപ്പിച്ച് മനാലി ലക്ഷ്യക്ക് പോയി. സച്ചിൻ എത്തിയിട്ട് പോയി. എൻ്റെ വണ്ടിയുടെ ക്ലച്ച് പണിയായി. പിന്നെ ഒന്ന് തിരിച്ചു പോയി. നല്ല തണുപ്പുണ്ട്. അങ്ങനെ നിൽക്കാൻ പറ്റില്ല. വേണ്ട, ആ കുന്നിൻ്റെ മുകളിൽ വരുന്ന ഐസാണ്. ഐസ് താഴെ കൂടി വെള്ളം ഒഴുക്കണം. വേണ്ട, ഒഴുകി ഇവിടെ ഒരു പൈപ്പുണ്ട്. ഇതിലേക്കൂടി ഒഴുകിയതാ. ഞാൻ വീണ്ടും താഴേക്ക് പോവാം. പറ്റുന്നില്ല. വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യണം. നിർത്താൻ പറ്റില്ല. बस पकड़ना है. मेरा स्लिप हो रहा है गाड़ी. स्लिपिंग स्टैंड गया था. देख नहीं हो रहा है. ओके